ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് സദ്യ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് റെസിപ്പി ഐറ്റംസുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരുപാട് റെസിപ്പി ഒരുമിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഓണമൊക്കെ അല്ല വരുന്നത്, നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എടുത്തിട്ട് ഒരു പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, മുരിങ്ങാക്കായ എടുത്തിട്ടുണ്ട്, പയറും എടുത്തിട്ടുണ്ട്. എല്ലാ വെജിറ്റബിൾസും ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് നമ്മുടെ അവിയൽ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങളടുത്ത് ഇതിലേറെ കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതും കൂടെ എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര മാത്രമേ ഉള്ളൂ, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് വേവിച്ചെടുക്കുന്നത് കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാ വെജിറ്റബിൾസും ഇതുപോലെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറുതായിട്ടൊരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം നമ്മുടെ വെജിറ്റബിൾസൊക്കെ എല്ലാ വെജിറ്റബിൾസൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ വെള്ളം മുഴുവനായിട്ടൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല, ഒരു 2-3 സ്പൂൺ മാത്രമേ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ എടുത്തതിൽ ഇത്രയും വെള്ളം ബാക്കിയാണ്. അപ്പോൾ ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒറ്റ വിസിൽ വരുന്നത് വരെ മാത്രമേ നമ്മൾ വെജിറ്റബിൾസ് വേവിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് വെന്ത് വരുമ്പോഴത്തേന് നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ചിരകി എടുത്തിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്തിട്ടുള്ള വെജിറ്റബിൾസിനനുസരിച്ചിട്ട് നമ്മൾ തേങ്ങ എടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ചല്ല റെഡിയാക്കുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള അരപ്പിനുള്ളതെല്ലാം നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, അവയിലേക്ക് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മളൊട്ടും വെള്ളം ചേർത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ അവിയലൊക്കെ ഇവിടെ ഗ്യാസിൽ വെച്ച് കൊടുത്തിരുന്നു. അപ്പോൾ ഒരു വിസിലൊക്കെ വന്ന് അതിൻ്റെ ആവിയൊക്കെ പോയി. ഞാനിപ്പോൾ അത് തുറന്നിട്ടുണ്ട്. നമ്മൾ വെജിറ്റബിൾസൊക്കെ എല്ലാം പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു വിസിലടിച്ചേക്കിന് തന്നെ ഓഫാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് കറക്റ്റായിട്ടുള്ള വേവ് തന്നെയാണ്. അപ്പോൾ കുക്കറിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ അവിയലിന് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മൾ വേവ് പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലതുപോലെ വെന്തിട്ട് പോകാൻ പറ്റില്ല. ഇനി നമുക്ക് ഗ്യാസിലൊരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അവിയൽക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പും നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉടഞ്ഞിട്ട് പോകും. അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ വെജിറ്റബിൾസ് ഉടഞ്ഞു പോകാതെ. ഇനി നമുക്കൊരു 2 സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തൈരും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തൈരാണെങ്കിൽ 1 സ്പൂണൊക്കെ എടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ വരുന്നത്, അപ്പോൾ എല്ലാവർക്കും അവിയൽ ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയർ വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പയർ എങ്ങനെ മെഴുക്ക് പുരട്ടി റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. മെഴുക്ക് പുരട്ടി എങ്ങനെ റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളിതുപോലെ മെഴുക്ക് പുരട്ടിയൊക്കെ റെഡിയാക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുക, എന്നെങ്കിലേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്കൊരു 10-15 ചെറിയുള്ളി ഇതുപോലെ ചതച്ചെടുത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ചെറിയുള്ളി നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ ചെറിയുള്ളി നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ നല്ലതുപോലെ അങ്ങ് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3-4 മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. നമ്മളിതുപോലെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തീ സിമ്മിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഇത് പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കിതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചതാണ്, അതും 1 സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പയറൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആ ഉള്ളി മസാലകളൊക്കെ നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഒരു 2-3-4 മിനിറ്റ് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ ആ ഉപ്പ് എല്ലാ ഭാഗത്തും എത്തേണ്ട രീതിയിൽ നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചിട്ട് ആ ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2-3-4 മിനിറ്റ് ഇതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അത് നല്ലതുപോലെ തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണുമ്പോൾ അത് ഒരുപാട് വെള്ളം ഉണ്ടെന്ന് തോന്നും, പക്ഷെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ആ വെള്ളം പാകത്തിനുള്ള വെള്ളം തന്നെ ഉള്ളൂ.
അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ വിട്ടു പോകരുത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ ഇനി നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. തീയൊരു മീഡിയത്തിലിട്ട് കൊടുത്താൽ മതി, ആവിയിൽ കിടന്നിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതിൽ വെള്ളമൊക്കെ അങ്ങ് വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് പെട്ടെന്ന് അടിക്ക് പിടിക്കും, കാരണം വെള്ളമൊക്കെ വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് ഇതുപോലെ അങ്ങ് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പയർ വെച്ചിട്ടുള്ള മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പഴമയുടെ അതേ രുചിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പുളിയിഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പുളിയിഞ്ചി അഥവാ ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇതുപോലെ പുളി എടുത്തിട്ടുണ്ട്, വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നമ്മളൊരു 3 നെല്ലിക്കയോളൊക്കെ വലിപ്പത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുതിരാൻ വേണ്ടിയിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ആ പുളിയൊക്കെ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ 10 മിനിറ്റ് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഇതുപോലെ കുറച്ച് ഇഞ്ചി, അര കപ്പ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുള്ള പുളി ഇപ്പം നല്ലതുപോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്, അതും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.5 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉലുവയും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉലുവ. ഇനി നമുക്കിതൊന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പുളിയിഞ്ചി റെഡിയാക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും വറ്റൽമുളകും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകും ഉലുവയും കൂടെ നല്ലതുപോലെ പൊട്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിതും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ നല്ലതുപോലെ തന്നെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അത് ഏകദേശം കളർ മാറി വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മളിതുപോലെ മസാലപ്പൊടികൾ ചേർത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അപ്പം നമ്മൾ തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് വേണം നമ്മളിതുപോലെ ചെയ്യാൻ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കുതിരാൻ വെച്ചിട്ടുള്ള നമ്മുടെ പുളി കൈകൊണ്ട് നല്ലവണ്ണം തിരുമ്പിയിട്ട് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടെ നമ്മുടെ പുളി അങ്ങ് തിരുമ്പിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് നരണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിതുപോലെ അരിച്ചിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ പുളിയുടെ ഇതൊന്നും നമ്മുടെ പുളിയിഞ്ചിയിൽ ആവില്ല. അപ്പം നമ്മളിതുപോലെ അരിപ്പ വെച്ചിട്ട് അങ്ങ് അരിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ എത്ര ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്യുകയൊന്നും ചെയ്യാതെ ഇതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിക്കുള്ള ശർക്കരയാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാതെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ 2 ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. നമ്മൾ സെപ്പറേറ്റ് ഉരുക്കി എടുക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അത് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്ത പോലെ ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മധുരം കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ചും കൂടെ ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 2 അച്ചും കൂടെ ശർക്കര ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് ശർക്കര അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിത് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തീ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതുപോലെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു 1/4 സ്പൂൺ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കായപ്പൊടി നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുത്താൽ കയ്പ്പരസം വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് കുറുക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മളത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് കുറുക്കിയെടുക്കാം. അപ്പോൾ അത് നല്ലതുപോലെ തന്നെ വറ്റി വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കൈയെടുക്കാതെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വരും. അപ്പോൾ നമ്മൾ നല്ല തിക്കായിട്ട് തീ ഓഫ് ചെയ്യേണ്ട. കുറച്ച് ലൂസിൽ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്താൽ തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് കൈവിടാതെ നല്ലതുപോലെ തന്നെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇത് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇപ്പോഴും നല്ല ചൂടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകിയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇത്രയും ലൂസാകുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്താൽ ഇത് തണുത്ത് കഴിയുമ്പോൾ ശരിക്കും നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത നമ്മൾ റെഡിയാക്കുന്നത് പാലട പായസമാണ്. നമ്മൾ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ് പാലട പായസം. അപ്പോൾ നമുക്കിതെങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 പേക്ക് പാലാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 പേക്ക് പാലെടുത്തിട്ടുണ്ട്. കവർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെക്കാം. ഇപ്പോൾ പാല് നമ്മൾ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാല് നല്ലതുപോലെ നമുക്ക് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷമാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് പാലട പായസം റെഡിയാക്കുന്നത് ഞാൻ ഇതുപോലുള്ള പാലട മിക്സിൻ്റെ 200 ഗ്രാമിൻ്റെ പേക്ക് കൊണ്ടാണ് ഞാൻ റെഡിയാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു പായസം റെഡിയാക്കാൻ നമുക്ക് ഇതുപോലുള്ളൊരു പേക്ക് മേടിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇത് എങ്ങനെ റെഡിയാക്കുന്ന വിധമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് നോക്കിയിട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് 200 ഗ്രാമിൻ്റെ പേക്കാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ലിറ്റർ പാലാണ് നമ്മൾ എടുക്കുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 50 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും നമ്മുടെ പാലട മിക്സ്. അപ്പോൾ ഇത് ഗോതമ്പിൻ്റെ പാലട മിക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാല് നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മുടെ പാലട മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ലതുപോലെ തിളച്ച് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാലട മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി നമ്മൾ പാലട മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഒരു മീഡിയത്തിലിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേന് തന്നെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ പാലടൻ്റെ ആ മിക്സൊക്കെ നല്ലതുപോലെ വെന്തിട്ട് വരും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അത് നമ്മൾ വിട്ടു പോകരുത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നല്ലതുപോലെ തിളച്ചത് വെന്തിട്ട് വരുമ്പോൾ ഇത് 1 ലിറ്റർ പാൽ ഇതിലേക്ക് കറക്റ്റ് അളവാണ്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽമയുടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ മിൽമയുടെ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലട മിക്സ് ഇത് വെന്തിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ സമയമൊന്നും ഗ്യാസിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇത് വെന്തിട്ട് വന്നപ്പോൾ ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകിയിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം. നമ്മുടെ പാലടയൊക്കെ നല്ലതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു പിങ്ക് കളറായി വന്നിട്ടുണ്ട് വെന്ത് വന്നപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഗ്യാസിൽ നിന്ന് മാറ്റാം. ഇപ്പം നമ്മുടെ പാലട പായസമൊക്കെ നല്ലതുപോലെ കുറച്ച് വലിയ ചൂടൊന്ന് ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. അപ്പം ഞാനിത് ഇനി ഇതുപോലുള്ള പാത്രത്തിലേക്കാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പാക്ക് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്. അടുത്തത് നമ്മൾ റെഡിയാക്കുന്നത് മാങ്ങച്ചാറാണ്. അതും നമുക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ്. അപ്പോൾ നമുക്ക് നമ്മൾ അച്ചാർ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ മാങ്ങ കൊണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. കഷ്ണം വെച്ച് തുടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും അച്ചാറൊക്കെ റെഡിയാക്കുമ്പോൾ ഇതുപോലെ നല്ലതുപോലെ തന്നെ കഴുകിയിട്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ മാങ്ങയുടെ തൊലിയൊന്നും കളഞ്ഞെടുക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ വലിയ വലുപ്പത്തിലല്ല നല്ലതുപോലെ ചെറുതുമല്ല, ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്യലൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിത് ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അച്ചാറാകുമ്പോൾ കുറച്ചൊക്കെ കൂടുതൽ ഉപ്പ് ഉണ്ടാവുമല്ലോ, കഴിച്ചിട്ട് കൂടി പോകാനും പാടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഈ മാങ്ങയിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഞാൻ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അച്ചാറിലേക്ക് വേണ്ടിയിട്ട് ഉലുവയും കടുകും കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി നമ്മളിത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വറുത്തെടുക്കുന്നത്. അച്ചാറിൽ ഇതുപോലെ ഉലുവയും കടുകൊക്കെ പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അച്ചാർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഗ്യാസിൽ ഇതുപോലെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എള്ളെണ്ണ നല്ലെണ്ണ എന്നൊക്കെ പറയില്ലേ, അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ നമ്മൾ കടുക് ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ നമ്മൾ അച്ചാർ എപ്പോഴും റെഡിയാക്കുമ്പോൾ നമ്മൾ നല്ലെണ്ണയിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് അച്ചാറിൽ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 സ്പൂണ് സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, എരിവുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 സ്പൂണ് കായം പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകിൻ്റെയും കൂടെ പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് പാകത്തിനായിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ സിമ്മിലിടണം. നമ്മളിതുപോലെ ഈ സമയത്തൊക്കെ തീ സിമ്മിലിടന്നാൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഇനി നമുക്കൊരു 4 സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയും എല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ മാങ്ങ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതുപോലെ ഉപ്പ് തിരുമ്മിയിട്ട് മാങ്ങ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തോടക്കനെ കൂടിയിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയിൽ നമ്മുടെ മാങ്ങ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങ 1 മണിക്കൂർ ഉപ്പ് തിരുമ്മി വെച്ചതോട്ടാണ് ഇതിൽ കുറച്ച് വെള്ളം കണ്ടല്ലോ. അപ്പം നമ്മൾ കൂടുതൽ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ 1 മണിക്കൂറെങ്കിലും ഇതുപോലെ ഉപ്പ് തിരുമ്പിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ വെക്കേണ്ട 1 മണിക്കൂർ വെച്ചാൽ മതി. ഞാനിപ്പോൾ 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മാങ്ങ അതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വിനാഗിരിയോ പുളിയൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3-4 മിനിറ്റ് നല്ലതുപോലെ തന്നെ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ഞാനിതിലേക്ക് കുറച്ചും കൂടെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടെ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സമയമാകുമ്പോൾ നമ്മളിതിലേക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണ്ടത് ചേർത്ത് കൊടുത്തിട്ട് 2-3-4 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അച്ചാർ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരി കുറച്ച് ഉപ്പും കൂടെ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം ടേസ്റ്റ് നോക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3-4 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ അച്ചാർ റെഡിയാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ പച്ചടി എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് നമ്മുടെ ബീട്രൂട്ട് പച്ചടി എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇത്രയും പീസിലുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ബീട്രൂട്ട് വെച്ചിട്ടാണ് ഞാനത് റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ബീട്രൂട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബീട്രൂട്ടേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് തൊലി കളഞ്ഞിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ട് അങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ തൊലിയൊക്കെ ഇത് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബീട്രൂട്ട് അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഗ്രേറ്റർ ഇല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. നമുക്കിതുപോലെ അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ നമുക്കത് പെട്ടെന്ന് തന്നെ വെന്തിട്ട് കിട്ടും. അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് അരച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ ഇത് മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബീട്രൂട്ട് വെച്ചിട്ട് റെഡിയാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇനി ഇതിലും കൂടുതൽ വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ബീട്രൂട്ട് നമുക്ക് അങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനത് മൺചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഗ്യാസിൽ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 2-3-4 സ്പൂണ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സ്പൂണ് വെള്ളം ഈ പാത്രത്തിൽ തന്നെ എടുത്തിട്ട്
അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്തിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർക്കരുത്, നമ്മൾ ആ വെള്ളം മുഴുവനും വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്തിട്ട് കിട്ടും. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ആവിയിൽ ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ല, ഇതിപ്പോൾ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് അടിക്ക് പിടിക്കണത് ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടിലായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ തന്നെ തിളച്ച് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് ഈ വെള്ളം ഒന്നും കൂടെ അങ്ങ് വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കതിലൊട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ ഇത്രയും വെള്ളം ഇതിലുണ്ട്. നമ്മുടെ ബീട്രൂട്ടിൽ നിന്നുള്ള വെള്ളമൊക്കെ വന്നിട്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഈ വെള്ളം മുഴുവനായിട്ടും വറ്റിച്ച് അതൊന്ന് ശരിക്കും വേവിച്ചെടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഇതുപോലെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അത് നിങ്ങൾ വിട്ടു പോകരുത്. ഇനി നമുക്ക് ഇത് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഇതിൽ മുഴുവനായിട്ടുള്ള വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കാം. ഇതിലെ വെള്ളം വറ്റി വരുന്നതിന് മുമ്പ് നമുക്ക് വറ്റി വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്ക് ആ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. അപ്പോൾ ഇനി ഇതിവിടെ കിടന്നിട്ട് വെള്ളം വറ്റി വരുമ്പോഴത്തേനും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ബീട്രൂട്ട് എത്രയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഞാനൊരു വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് എടുത്തിട്ടുള്ളത്. എരിവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണ് കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂണ് 1.5 സ്പൂണൊക്കെ വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് അടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതൽ വെള്ളം ചേർക്കരുത്. നമുക്കിത് അരഞ്ഞ് കിട്ടാനുള്ള ഒരു ചെറുതായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് അടിച്ചെടുക്കാം. ഇപ്പം ഞാനിത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ല, നല്ല തിക്കായിട്ട് തന്നെയാണ്, നല്ലതുപോലെ അരഞ്ഞിട്ടുമുണ്ട്, നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കരുത്. അപ്പോൾ നമ്മുടെ പച്ചടി ഒരുപാട് ലൂസായിട്ട് പോകും. നമ്മൾ വെള്ളം അങ്ങനെ ഇല്ലല്ലോ അതിൽ. ഇനി നമുക്ക് നമ്മുടെ ബീട്രൂട്ട് എന്തായി എന്നുള്ളത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അതിൽ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വെന്ത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ വെന്ത് വന്നിട്ടുമുണ്ട്, ആ വെള്ളമൊക്കെ അതിൽ നിന്ന് വറ്റി പോയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മുടെ അരപ്പ് മുഴുവനായിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊക്കെ നമ്മൾ തീ സിമ്മിലിട്ട് കൊടുത്താൽ മതി, ഹൈ ഫ്ലെയിമിലിട്ട് പോകണ്ട, കാരണം മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഞാൻ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതായിരുന്നു. നമ്മൾ നല്ല ചൂടോടുക്കൻ തന്നെ തൈര് ചേർത്ത് കൊടുത്താൽ തൈര് പിരിഞ്ഞിട്ട് പോകും. അപ്പം നമ്മൾ തീ മീഡിയത്തിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. അപ്പം നമ്മൾ തൈരും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കണ്ടെന്ന് പറഞ്ഞത്, നമുക്ക് തൈരും ഇതൊക്കെ ചേർക്കുമ്പോൾ ഇതിൽ അത്യാവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ അരച്ചപ്പോൾ ഇതുപോലെ വെള്ളം കൂടുതൽ ചേർക്കണ്ടെന്ന് പറഞ്ഞത്. ഇപ്പം ഈ സമയത്ത് ഇനി നമുക്കിത് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ശരിക്കും നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്കൊരു താളിപ്പ് ഒഴിച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി അത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നല്ലതുപോലെ ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് താളിപ്പിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 3 എടുത്തിട്ടുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ പച്ചടിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ അങ്ങ് ചട്ടി കൊണ്ട് തന്നെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഒരു 2 പ്രാവശ്യം ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ മുഴുവനായിട്ടും പൊട്ടി വന്നിട്ട് ശേഷം നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഇതങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിപ്പോൾ പൊട്ടി വന്നൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പച്ചടിയുടെ മുകളിലേക്ക് ഇതങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ, സദ്യയുടെ കൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ് ബീട്രൂട്ട് പച്ചടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മളിപ്പോൾ താളിപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു രസം തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് നമ്മുടെ രസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്കിതുപോലെ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു നെല്ലിക്കയോളം വലിപ്പമുള്ള വാളംപുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ, 1 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്കിത് കൈവച്ചിട്ട് തന്നെ നല്ലതുപോലെ ഇതുപോലെ അങ്ങ് കൈവച്ചിട്ട് അങ്ങ് നിരണ്ടിയെടുക്കാം. നമ്മൾ ഈ പുളിവെള്ളം നമ്മൾ അരിച്ചിട്ടാണ് നമ്മുടെ രസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതുപോലെ കുതിർന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ നമ്മളിതുപോലെ തിരുമ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രസത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളിതുപോലെ ഒരു 1.5 സ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തെടുത്തതാണ്. നമ്മൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി, പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 സ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 സ്പൂണ് കടുകും 4 സ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കടുക് ഉലുവയൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിതുപോലെ നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ മൺചട്ടിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോകും. അപ്പോൾ നമ്മൾ തീ സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുള്ളത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതങ്ങ് വഴറ്റി കൊടുക്കാം. അത്യാവശ്യം നല്ലതുപോലെ തന്നെ നമുക്കിതങ്ങ് വഴറ്റി കൊടുക്കാം. തീ നമ്മൾ സിമ്മിലിട്ട് കൊടുക്കണം. കാരണം മൺചട്ടിയിലൊക്കെ റെഡിയാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ചൂടായിട്ട് വരും. അപ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം.
ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കുരുമുളകും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളൊരു 2-3-4 മിനിറ്റ് ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പുളിവെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പുളിവെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുളിവെള്ളത്തിൻ്റെ ഇരട്ടി വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 കപ്പ് പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളവും കൂടെ സാധാ പച്ചവെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് തിളച്ച് വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് നല്ലതുപോലെ കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ എല്ലാ മസാലയൊക്കെ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അത് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കങ്ങ് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഇതിൻ്റെ മുമ്പ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടു പോകരുത്. ഉപ്പ് ചേർത്ത് കൊടുത്തതിൽ വീഡിയോയിൽ ക്യാമറയിൽ കിട്ടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടു പോകരുത്. ഇനി നമുക്കൊരു പിടി മല്ലിയിലയും കൂടെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ അങ്ങ് വെട്ടി തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒരു 5 മിനിറ്റ് നമ്മളങ്ങ് വേവിച്ചെടുത്താൽ മതി. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസം തന്നെയാണ്. നമ്മൾ ചൂടോടുക്കാനും കഴിക്കരുത്, ഒന്ന് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതങ്ങ് വേവിച്ചെടുക്കാം. നമുക്കിതിൽ ഉപ്പൊക്കെ പാകത്തിന് ഇല്ലേ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഗ്യാസ് ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടെ അതിങ്ങനെ തിളച്ചിട്ട് വരും. അപ്പോൾ ഇത്രയും ഇനി ഗ്യാസിൽ വെച്ചാൽ മതി, കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷമാണ്, നല്ലതുപോലെ തണുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി, അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ രസത്തിൻ്റെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.